എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ലോകഭൂപടത്തിലൊരു നേർത്ത വര പോലെ തോന്നുമെങ്കിലും ആഗോള രാഷ്ട്രീയത്തെയും സമ്പദ്വ്യവസ്ഥയും നിയന്ത്രിക്കാൻ ശക്തിയുള്ളൊരു ചെറിയ ജലപാതയെക്കുറിച്ചാണ്. അപ്പോൾ നമുക്ക് നേരെ വിഷയത്തിലേക്ക് കടക്കാം. ഈ സംഖ്യ ശ്രദ്ധിക്കൂ, 25%. ലോകത്ത് ഒരു ദിവസം ഉപയോഗിക്കുന്ന മൊത്തം എണ്ണയുടെ 4/1 കടന്നുപോകുന്നത് ഈ ഒരൊറ്റ പോയിന്റിലൂടെയാണ്. അതെ, നിങ്ങൾ കേട്ടത് ശരിയാണ്, 4/1. അപ്പോൾ ഇതാണ് നമ്മുടെ മുന്നിലുള്ള ഏറ്റവും വലിയ ചോദ്യം. ലോകത്തിന്റെ എനർജി സപ്ലൈയുടെ ഇത്രയും വലിയൊരു ഭാഗം പോകുന്ന ഈ ഇടുങ്ങിയ വഴി അടച്ചുപൂട്ടിയാൽ എന്തായിരിക്കും സംഭവിക്കുക? ഇതിന്റെ പ്രത്യാഘാതങ്ങൾ എന്തൊക്കെയായിരിക്കും? നമുക്ക് കണ്ടെത്താം. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് നോക്കാം, എന്തുകൊണ്ടാണ് ഈ കടലിടുക്ക് ഇത്രയധികം പ്രാധാന്യമുള്ളതാകുന്നത്? ഇത് വെറുമൊരു കടന്നുപോകാനുള്ള വഴിയല്ല, മറിച്ച് ആഗോള സമ്പദ്വ്യവസ്ഥയുടെ ജീവനാഡി തന്നെയാണ്. ദിവസവും ഏകദേശം 2 കോടി ബാരൽ എണ്ണയാണ് ഹോർമുസ് കടലിടുക്കിലൂടെ ഒഴുകിപ്പോകുന്നത്. ഒന്നാലോചിച്ച് നോക്കൂ, ലോകത്തിലെ ഏറ്റവും വലിയ എണ്ണ ഉൽപ്പാദക രാജ്യങ്ങളിൽ നിന്ന് ലോകത്തിന്റെ മറ്റു ഭാഗങ്ങളിലേക്ക് എണ്ണ എത്തുന്നത് ഈ വഴിയിലൂടെയാണ്. ഈ ഒഴുക്കിന് എന്തെങ്കിലും സംഭവിച്ചാൽ അതിന്റെ പ്രതിഫലനം ലോകം മുഴുവനുണ്ടാകും. ഓക്കേ, ഇനി നമുക്കിതിന്റെ ഭൂമിശാസ്ത്രമൊന്ന് നോക്കാം. ഇത്രയും നിർണായകമായ ഈ സ്ഥലം എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? ആരാണ് ഇതിന്റെ ഇരുവശങ്ങളിലുമുള്ളത്? അപ്പോൾ ഈ കടലിടുക്ക് പേർഷ്യൻ ഗൾഫിനെയും അറേബ്യൻ കടലിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്നു. അതിന്റെ ഒരു വശത്ത്, അതായത് വടക്കുഭാഗത്ത് ഇറാനാണ്, തെക്കുഭാഗത്ത് ഒമാനും. ഈ ഒരു ജോഗ്രാഫിക്കൽ ലൊക്കേഷൻ തന്നെയാണ് ഇതിനെ ഇത്രയധികം തന്ത്രപ്രധാനമാക്കുന്നതും. സൈനികമായി പറഞ്ഞാൽ ഇത്തരം സ്ഥലങ്ങളെയാണ് നമ്മൾ മാരിടൈം ചോക്ക് പോയിന്റ് എന്ന് വിളിക്കുന്നത്. ഒരു കുപ്പിയുടെ കഴുത്തുപോലെ ഇടുങ്ങിയ ഒരു ഭാഗം. ലോകവ്യാപാരത്തിന്റെ സുഗമമായ ഒഴുക്കിന് ഇത് വളരെ പ്രധാനപ്പെട്ടതാണ്. അതുകൊണ്ടുതന്നെ ഇത്തരം സ്ഥലങ്ങൾ എപ്പോഴും സംഘർഷങ്ങളുടെ ഒരു ഹോട്ട്സ്പോട്ടാകാനും സാധ്യതയുണ്ട്. ഈയൊരു ചെറിയ ജലപാതയ്ക്ക് മുകളിലുള്ള നിയന്ത്രണത്തിനായുള്ള വടംവലി ഇന്നോ ഇന്നലെയോ തുടങ്ങിയ ഒന്നല്ല, ഇതിന് നൂറ്റാണ്ടുകളുടെ ചരിത്രമുണ്ട്. ഈ ടൈംലൈൻ ഒന്ന് നോക്കൂ. പുരാതന കാലം മുതലേ മെസ്സോപ്പൊട്ടേമിയയും ഇന്ത്യയും തമ്മിലുള്ള കച്ചവടത്തിന്റെ പ്രധാന പാതയായിരുന്നു ഇത്. 16-ാം നൂറ്റാണ്ടിൽ പോർച്ചുഗീസുകാർ വന്നു. പിന്നീട് 1622-ൽ ബ്രിട്ടീഷുകാരുടെ സഹായത്തോടെ പേർഷ്യക്കാരവരെ തുരത്തി. എന്നാൽ ശരിക്കും കഥ മാറുന്നത് 20-ാം നൂറ്റാണ്ടിലാണ്. എണ്ണയുടെ കണ്ടുപിടുത്തത്തോടെ ഹോർമുസ് ഒരു ഗ്ലോബൽ എനർജി ലൈഫ് ലൈനായി മാറി. 1980കളിലെ ഇറാൻ-ഇറാഖ് യുദ്ധസമയത്ത് നടന്ന ടാങ്കർ യുദ്ധം ഈ പാതയുടെ ദുർബലാവസ്ഥ ലോകത്തിനു മുന്നിൽ തുറന്നുകാട്ടി. ശരി, അത് ചരിത്രം. ഇനി നമുക്ക് ഇന്നത്തെ കാര്യത്തിലേക്ക് വരാം. എന്തുകൊണ്ടാണ് ഹോർമുസ് കടലിടുക്ക് ഇപ്പോഴും ഒരു ഇന്റർനാഷണൽ ടെൻഷന്റെ കേന്ദ്രമായി തുടരുന്നത്? ഇവിടെയാണ് ശരിക്കും പ്രശ്നം തുടങ്ങുന്നത്. ഒരു വശത്ത് ഭൂമിശാസ്ത്രപരമായ യാഥാർത്ഥ്യമുണ്ട്. തീരങ്ങൾ നിയന്ത്രിക്കുന്നത് ഇറാനും ഒമാനുമാണ്. കപ്പൽ പാതകൾ കൂടുതലും ഒമാന്റെ സമുദ്രപരിധിയിലും. മറുവശത്ത് അന്താരാഷ്ട്ര നിയമമുണ്ട്. അത് പറയുന്നത് ഈ വഴിയിലൂടെ ആർക്കും സഞ്ചരിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ടെന്നാണ്. ഈ 2 യാഥാർത്ഥ്യങ്ങളും തമ്മിൽ കൂട്ടിമുട്ടുമ്പോഴാണ് പലപ്പോഴും പ്രശ്നങ്ങളുണ്ടാകുന്നത്. ഈ നിയമപരമായ ചട്ടക്കൂടിനെയാണ് UN ക്ലോസ് എന്ന് പറയുന്നത്. ലളിതമായി പറഞ്ഞാൽ, അന്താരാഷ്ട്ര സമുദ്രപാതകൾ ആരുടെയും സ്വന്തമല്ലെന്നും അത് എല്ലാവർക്കും ഉപയോഗിക്കാമെന്നും പറയുന്ന ഒരു ഉടമ്പടിയാണിത്. ഇതനുസരിച്ച് ഒരു രാജ്യത്തിനും അന്താരാഷ്ട്ര കപ്പൽ ഗതാഗതം തടയാൻ നിയമപരമായി സാധിക്കില്ല. പക്ഷേ ഭൂമിശാസ്ത്രപരമായ നിയന്ത്രണം കയ്യിലുള്ളവർക്ക് എപ്പോഴും ഇതൊരു പ്രലോഭനമാണ്. ഇനി നമുക്ക് ഈ കളിയിലെ പ്രധാന കളിക്കാരെ പരിചയപ്പെടാം. ഒന്നാമതായി ഇറാൻ. വടക്കൻ തീരം പൂർണ്ണമായും ഇറാന്റെ നിയന്ത്രണത്തിലാണ്. അതുകൊണ്ടുതന്നെ അന്താരാഷ്ട്ര തലത്തിൽ എന്തെങ്കിലും ഉപരോധങ്ങളോ സമ്മർദ്ദങ്ങളോ വരുമ്പോൾ ഈ കടലിടുക്ക് അടച്ചുപൂട്ടുമെന്ന് ഭീഷണിപ്പെടുത്തി ഒരു വിലപേശലായുധമായി ഇറാൻ ഇതിനെ ഉപയോഗിക്കാറുണ്ട്. ഇനി നേരെ മറുവശത്ത് തെക്കൻ തീരത്തുള്ള ഒമാൻ. അവരുടെ നിലപാട് തികച്ചും വ്യത്യസ്തമാണ്. അവരൊരു ന്യൂട്രൽ നിലപാടാണ് സ്വീകരിക്കുന്നത്. കപ്പലുകൾക്ക് സുരക്ഷിതമായി കടന്നുപോകാൻ സൗകര്യമൊരുക്കുകയും മേഖലയിലെ സമാധാന ചർച്ചകളിലൊരു മധ്യസ്ഥനായി പ്രവർത്തിക്കുകയും ചെയ്യുന്നു. മൂന്നാമത്തെ പ്രധാന ശക്തി അമേരിക്കയും അവരുടെ സഖ്യകക്ഷികളുമാണ്. അവർ സ്വയം കാണുന്നത് ഈ അന്താരാഷ്ട്ര നിയമത്തിന്റെ, അതായത് ഫ്രീഡം ഓഫ് നാവിഗേഷന് സംരക്ഷകരായിട്ടാണ്. അതുകൊണ്ടുതന്നെ ഇറാന്റെ ഭീഷണികളെ നേരിടാനും കപ്പൽ ഗതാഗതം സുഗമമാക്കാനും അവർ ഈ മേഖലയിൽ സ്ഥിരമായി നാവികസേനയെ വിന്യസിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കണ്ടതുപോലെ വ്യത്യസ്ത താൽപ്പര്യങ്ങളുള്ള പല ശക്തികൾ ഈ ഒരു ചെറിയ സ്ഥലത്ത് ഒരുമിച്ചു വരുന്നു. ഇത് വളരെ ദുർബലവും എപ്പോൾ വേണമെങ്കിലും തകരാവുന്നതുമായ ഒരു സന്തുലിതാവസ്ഥയാണ് സൃഷ്ടിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇതുവരെ സംസാരിച്ച കാര്യങ്ങളൊന്ന് ഓർത്തു നോക്കാം. ഹോർമുസ് കടലിടുക്കിന്റെ തീരങ്ങൾ ഇറാനും ഒമാനും പങ്കിടുന്നു. പക്ഷേ നിയമപരമായി ഇതെല്ലാവർക്കും സഞ്ചരിക്കാനായി തുറന്നുകൊടുത്തിരിക്കുന്നു. ഇറാന്റെ രാഷ്ട്രീയ നിലപാടുകൾ കാരണം ഇതൊരു സ്ഥിരം സംഘർഷ മേഖലയാണ്. ആഗോള ഊർജ്ജ സുരക്ഷയുടെ കാര്യത്തിൽ ഇതിന് നിർണായക പങ്കുണ്ട്. ചുരുക്കത്തിൽ ഇവിടുത്തെ സമാധാനമെന്നത് അധികാരത്തിന്റെയും നയതന്ത്രത്തിന്റെയും ഒരു നേർത്ത നൂൽപാലത്തിലാണ് തൂങ്ങിക്കിടക്കുന്നത്.
അതുകൊണ്ട് നമുക്ക് ഈ ഒരു ചോദ്യത്തോടെ അവസാനിപ്പിക്കാം. ഇത്രയധികം രാഷ്ട്രീയ സംഘർഷങ്ങൾ നിറഞ്ഞ ഒരു ലോകത്ത് ഹോർമോസ് കടലിടുക്കിലൂടെയുള്ള സ്വതന്ത്രമായ സഞ്ചാരം എന്നത് നമുക്ക് ഉറപ്പായി കണക്കാക്കാവുന്ന ഒന്നാണോ, അതോ ഓരോ ദിവസവും ഭാഗ്യം പോലെ സംഭവിക്കുന്ന ഒരു ചൂതാട്ടമാണോ? ചിന്തിച്ചു നോക്കൂ. അടുത്ത തവണ മറ്റൊരു വിഷയമായി കാണാം.